നമുക്കിന്നൊരു യാത്ര വിവരണമായാലോ. വേറൊന്നുമല്ല, പെരുമ്പാവൂരിൽ നിന്ന് വാഴക്കുളത്തോട്ട് പോണതാണ്. വാഴക്കുളം എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോണതാണ്. രാവിലെ ചേട്ടൻ പണിക്ക് പോയപ്പോൾ ചേട്ടൻ്റെ ഇപ്പം പോയി. പെരുമ്പാവൂരിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ. വാഴക്കുളത്തോട്ട് ബസ്സിൽ പോയി ഒരു 18 രൂപ അത്രയും ദൂരമേ ഉള്ളൂ. പോന്നിട്ട് നമ്മൾ പെട്രോളൊക്കെ അടിച്ചു. അതൊന്നും വീട് പിടിച്ചിട്ടൊന്നുമില്ല. പെരുമ്പാവൂരിൽ നിന്ന് മൊത്തം വീട് പിടിച്ചിട്ടില്ല. നമ്മൾ എങ്ങനെ ഇറങ്ങണില്ലല്ലോ, സ്ഥലങ്ങൾ കാണാനാണെങ്കിലും നമ്മൾ ഇറങ്ങണില്ലല്ലോ. ചുമ്മാ റോഡും മരങ്ങളും പിടിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചാൽ അതൊന്നും പിടിച്ചില്ല. ആ വഴി കണ്ടോ, ആ വഴിയാണ് ഞാൻ പഠിച്ച സ്കൂൾ ആ ഭാഗത്താണ്. നമ്മൾ വാഴക്കുളത്താറായിട്ടോ. പിന്നെ വാഴക്കുളത്തിപ്പോൾ എത്തണതിന് മുമ്പ് ചായ വാങ്ങിച്ചു തന്നു. ചായ മാത്രമായിട്ട് കിട്ടിയോളൂ, ചായ മാത്രം അടിച്ചോളൂ. അത് കഴിഞ്ഞ് തന്നെ വാഴക്കുളം സ്റ്റോപ്പിൽ ഇറക്കി വിട്ടിട്ട് ചേട്ടൻ പണിക്ക് പോയി. പിന്നെ ഞാൻ റോഡ് ക്രോസ് ചെയ്ത് മെഡിക്കൽ സ്റ്റോറിൽ കയറി. അത് വീഡിയോ എടുക്കാൻ കുറച്ച് ആൾക്കാരായതുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല. ആ പോണത് ചിക്കൻ കടയിലോട്ടാണ്. വീട്ടിലോട്ട് പോവല്ലേ, കൈവീശി എങ്ങനെ പോവാം. രാവിലെ തന്നെ ചിക്കൻ കട തുറന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമായിരുന്നു. അതായത് ഒരു 7 മണി 7:30 ആയപ്പോഴാണ് ഞാൻ വാഴക്കുളത്ത് ചെന്നത്. കണ്ടോ, അവിടെ കടകളൊക്കെ തുറന്ന് തുടങ്ങണുള്ളൂ. കുറച്ച് കടകളൊക്കെ തുറന്നിട്ടുണ്ട്, ചിലതൊക്കെ തുറക്കണുള്ളൂ. ആ കാണാണ് നമ്മുടെ ചിക്കൻ കട. ഞാൻ 1-2 പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ. എനിക്ക് വാഴക്കുളത്ത് വേറെ ഉണ്ട്, പക്ഷേ ഇത് ബസ് സ്റ്റോപ്പിനടുത്ത് തന്നെ ആയതുകൊണ്ട് അവിടെ പോയി ചേട്ടനോട് ചിക്കൻ വാങ്ങിച്ചു. നമ്മൾ തിരിച്ചു പോന്നു. പൈസ കൊടുത്ത് തിരിച്ച് വന്ന് പിന്നെ ഇനി നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കണം. പച്ചക്കറി, പൊടികൾ, പിന്നെ എന്തെങ്കിലും സ്നാക്സും ഒക്കെ വാങ്ങിക്കണം. കടകൾ തുറന്നിട്ടില്ലെങ്കിൽ ഇവിടെ തിരക്കുണ്ട് കേട്ടോ. വാഴക്കുളത്ത് ഇവിടെ തിരക്ക്. ആ സമയത്തേയും ഒരു ആൾക്കാരുണ്ട്. കടകളൊക്കെ തുറന്ന് തുടങ്ങിയിട്ടുണ്ട്. ദേ ഈ ചേട്ടൻ്റെ കടയിൽ നിന്നാണ് നമ്മൾ എന്നും സാധനങ്ങൾ വാങ്ങിക്കണേ. അതായത് പൊടികളും അരി എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ. അവിടെ നിന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടായില്ല. പിന്നെ നമ്മളെ തൊട്ടപ്പുറത്ത് തന്നെ ചായക്കടയുണ്ട്. ചായക്കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് പോണത് ആ പള്ളിയുണ്ടോ, ആ പള്ളിയിൽ അവിടെ തന്നെ ആയിരുന്നു എന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ സ്കൂളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോണത് പച്ചക്കറി വാങ്ങിക്കാനാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പച്ചക്കറിക്കട തുറന്നിട്ടുണ്ട്, പക്ഷേ സാധനങ്ങൾ എത്തണമുള്ളൂ.